എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 27ാമത്തെ സർഗത്തിലെ 22 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. പല തരത്തിലുള്ള ആയുധങ്ങള് ശ്രീരാമന് വിശ്വാമിത്രൻ നൽകി കഴിഞ്ഞു. വളരെ ഭക്തി ബഹുമാനങ്ങളോടുകൂടി അത് ശ്രീരാമൻ സ്വീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് ആദ്യം 22ാമത്തെ ശ്ലോകം നോക്കാം. സ്ഥിതസ്തു പ്രാങ്മുഖോ ഭൂത്വാ ശുചിർമുനിവരസ്തദാ ദദൗ രാമായ സുപ്രീതോ മന്ത്രഗ്രാമമനുത്തമം. ഇങ്ങനെ ഈ പറഞ്ഞ അസ്ത്രങ്ങളുടെ പേരെടുത്ത് പറയലും അവയുടെ കഴിവുകളൊക്കെ പറഞ്ഞു കൊടുക്കലും കഴിഞ്ഞിട്ട് വിശ്വാമിത്രൻ എന്ത് ചെയ്തു? സ്ഥിതസ്തു പ്രാങ്മുഖോ ഭൂത്വാ ശുചി മുനിവരസ്തദാ തദാ. അപ്പോൾ അതിനുശേഷം മുനിവര, ആ മുനിവരൻ വിശ്വാമിത്രൻ ശുചിഹി ഭൂത്വ, വളരെ ശുചിയായിട്ട്, അതായത് കയ്യും കാലും കഴുകുക, കുലുക്കുഴിയ അല്ലെങ്കിൽ കുളിക്കുക, ഇതൊക്കെ അതിൽ പെടും. അങ്ങനെ അവരവരുടെ ശരീരത്തിനെ ശുദ്ധീകരിച്ചിട്ട് പ്രാങ്മുഖോ ഭൂത്വ സ്ഥിത, കിഴക്കോട്ട് തിരിഞ്ഞു നിന്നു. കിഴക്കോട്ടാണ് വിശ്വാമിത്രൻ തിരിഞ്ഞു നിന്നത്. സ്വാഭാവികമായിട്ടും ശ്രീരാമനൊപ്പം പടിഞ്ഞാട്ട് തിരിഞ്ഞ് അഭിമുഖമായിട്ട് നിന്നിട്ടുണ്ടാവണം. അങ്ങനെ സുപ്രീതനായിട്ടുള്ള, അത്യന്തം സ്നേഹവും അതുപോലെ ശ്രീരാമന്റെ സ്വഭാവത്തിൽ സന്തുഷ്ടനുമായ ആ വിശ്വാമിത്രൻ രാമനായിക്കൊണ്ട് മന്ത്രഗ്രാമം അനുത്തമം മന്ത്രഗ്രാമം, അനുത്തമം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, ഇനി ഇതിനോട് കിടപിടിക്കാൻ പറ്റുന്നത് ഒന്നുമില്ല, അതാണ് അനുത്തമം. ഉത്തമത്തിനേക്കാളും മീതയായിട്ടുള്ളത് അനുത്തമം. മറ്റൊന്നിനും ഇനി ഇതിനെ തോൽപ്പിക്കാനാവില്ല. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള മന്ത്രഗ്രാമങ്ങളെ ഉപദേശിച്ചു. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആയുധങ്ങൾ കയ്യിലുണ്ടായിട്ട് മാത്രം കാര്യമില്ല, മന്ത്രത്തോടു കൂടി പ്രയോഗിച്ചാലേ ഇവയ്ക്കൊക്കെ ഈ ഉദ്ദേശിച്ചതായിട്ടുള്ള ഫലം കിട്ടുള്ളൂ. അപ്പോ ആയുധങ്ങളൊക്കെ ആദ്യം കൊടുക്കൽ കഴിഞ്ഞു. ഇതിനുള്ളതായ മന്ത്രശക്തിയാണ് വിശ്വാമിത്രൻ ശ്രീരാമന് പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് കിഴക്കോട്ട് മുനിവരൻ തിരിഞ്ഞു നിന്നു, ശ്രീരാമൻ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് ആ മന്ത്രഗ്രാമങ്ങളെയാണ് അവിടെ സ്വീകരിച്ചത്, ആയുധങ്ങളെ അല്ല. ആയുധങ്ങളൊക്കെ കൊടുക്കൽ കഴിഞ്ഞു, മന്ത്രഗ്രാമം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ടോ 23ാമത്തെ ശ്ലോകം നോക്കാം. സർവസംഗ്രഹണം യേഷാം ദേവതൈരപി ദുർലഭം താന്യസ്ത്രാണി തദാ വിപ്രോ രാഘവായന്യവേദയത്. സർവസംഗ്രഹണം യേഷാം ദേവതൈരപി ദുർലഭം. യേഷാം ആയുധാനാം അല്ലെങ്കിൽ അസ്ത്രാണാം, ഇപ്പൊ ഉപദേശിച്ചു കൊടുത്തതായിട്ടുള്ള സകല ആയുധങ്ങളുടെയും സംഗ്രഹണം, അതിന്റെ ഗുണങ്ങള്, അതിന്റെ പ്രയോഗം കൊണ്ട് എന്താണ്ടാവണത്, അതാണ് സർവസംഗ്രഹണം. ഓരോ ആയുധം പ്രയോഗിക്കുമ്പോഴും മന്ത്രങ്ങൾ പലതും ചെല്ലേണ്ടതായിട്ട് വരും. അതൊക്കെ ദേവന്മാർക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള കാര്യമായിരുന്നു. അതാണ് ദേവതൈരപി ദുർലഭം, ദേവന്മാർക്ക് പോലും പറ്റാത്തതായിട്ടുള്ള കാര്യമാണ് എന്ന് വിശ്വാമിത്രന് അറിയാം. പക്ഷെ ശ്രീരാമൻ അതിന് സാധിക്കും. അത്രയ്ക്ക് ബുദ്ധിമാനും കഴിവുള്ളവനുമാണ് ശ്രീരാമൻ. അതുകൊണ്ട് തന്നെയാണ് വിശ്വാമിത്രൻ ആ പരാക്രമ സ്വഭാവം കൂടി മനസ്സിലാക്കിയിട്ടാണ് ഇതെല്ലാം ഉപയോഗപ്രദമാവട്ടെ, ഈ കഴിവുകള്, അതായത് ബുദ്ധിശക്തിയും തന്നെ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാനുള്ളതായ കഴിവും ധൈര്യവും ഒക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വിശ്വാമിത്രൻ സകല ആയുധങ്ങളും ശ്രീരാമന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. ദേവന്മാർക്ക് പോലും അതിനുള്ള കഴിവില്ല. ഇത് ഗ്രഹിക്കാൻ, അതാണ് സർവസംഗ്രഹണം എന്ന് പറഞ്ഞാല് ഗ്രഹിക്കാനുള്ള കഴിവ്, അത് പഠിച്ചെടുക്കാനുള്ള കഴിവ് ദേവന്മാർക്ക് പോലും ഇല്ല എന്നുള്ളത് അത് വിശ്വാമിത്രൻ അറിയാം. അങ്ങനെയുള്ള അത്ര കടുപ്പമുള്ളതായ അല്ലെങ്കിൽ അത്ര ശ്രേഷ്ഠമായിട്ടുള്ളതായ ആയുധ മന്ത്രങ്ങളെയാണ് വിശ്വാമിത്രൻ ശ്രീരാമന് ഉപദേശിച്ചു കൊടുത്തത്. താന്യസ്ത്രാണി തഥാ വിപ്രോ, ആ ബ്രാഹ്മണനായിട്ടുള്ള ബ്രഹ്മർഷിയായിട്ടുള്ള വിശ്വാമിത്രൻ അപ്പോൾ രാഘവായന്യവേദയത്, രാഘവനെല്ലാം പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു എന്നർത്ഥം. എന്നിട്ട് 24ാമത്തെ ശ്ലോകം നോക്കാം. ജപതസ്തു മുനേസ്തസ്യ വിശ്വാമിത്രസ്യ ധീമത ഉപതസ്ഥുർമഹർഹാണി സർവാണ്യസ്ത്രാണി രാഘവം. വളരെ വീരരസപ്രധാനമായിട്ടുള്ള ചില ഭാഗങ്ങളാണ് കേട്ടോ. മുനിയെ പറ്റിയിട്ടും ശ്രീരാമനെ പറ്റിയിട്ടും ഒക്കെ വർണ്ണിക്കുന്നുണ്ട്, ആയുധങ്ങളെ പറ്റിയിട്ടും അവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയാണ്, ജപതസ്തു മുനേഹേ, മുനി മന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ, അതായത് ഈ മന്ത്രഗ്രാമമാണല്ലോ ഉപദേശിച്ചു കൊടുത്തത്, ആ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങിയപ്പോഴേക്കും
ധീമതഃ വിശ്വാമിത്രസ്യ സമീപം. അങ്ങനെ എടുത്ത് പറയണം. ആ ബുദ്ധിമാനായിട്ടുള്ള, ഒരു കാലത്ത് രാജാവായിരുന്നല്ലോ, അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആയുധവിദ്യകളും വിശ്വാമിത്രന് അറിയാം. പ്രയോഗിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബ്രഹ്മർഷി ആയതിനു ശേഷം യാഗദീക്ഷകളൊക്കെ വന്നതിന് ശേഷം ഒന്നും ചെയ്യാറില്ല, ചെയ്യാൻ പാടില്ല. അതാണ് ഒരു മുനിക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള നിയന്ത്രണം. അത് വിശ്വാമിത്രന് നല്ലോണം ഉണ്ട്. അങ്ങനെയുള്ളതായ വിശ്വാമിത്രൻ ഈ മന്ത്രം ചൊല്ലിയപ്പോഴേക്കും ഈ ആയുധങ്ങളൊക്കെ തന്നെ ഭഗവാൻ വിശ്വാമിത്രന്റെ സമീപത്ത് വന്ന് നിരന്നു നിന്നു. അതായത് മന്ത്രരൂപത്തിൽ അവ നിന്നു, കാണിച്ചു കൊടുത്തു എന്നാണ് പറയണത്. അതാണ് ഉപതസ്ഥുർമഹാർഹാണി. ഭഗവാൻ വിശ്വാമിത്രൻ എന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അത്രയ്ക്ക് ശക്തി ഉള്ള ഒരാളാണ്. അത്രയ്ക്ക്, അതായത് ഈ ലോകത്തിനെ മുഴുവനും നിയന്ത്രിക്കാനുള്ള കഴിവ് തപസ്സുകൊണ്ട് നേടിയെടുത്ത ആളാണ്. ആ വിശ്വാമിത്രന്റെ അടുത്ത്, ഉപതസ്ഥു എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽപ്പായി. ആരാണ്? മഹാർഹാണി സർവാസ്ത്രാണി. രാഘവന്റെ മുമ്പിലും അതുപോലെ വിശ്വാമിത്രന്റെ അടുത്തുമായിട്ട് ഈ സകല ആയുധങ്ങളും നിരന്നു നിന്നു. അതായത് മന്ത്രരൂപത്തിൽ അവ പ്രഖ്യാതമായി. ശ്രീരാമൻ അതിനെ മുഴുവനും പഠിച്ചെടുത്തു. ഈ അസ്ത്രങ്ങളും ആയുധങ്ങളൊക്കെ നിരന്നു നിന്നു എന്ന് പറയുമ്പോൾ അസ്ത്രങ്ങളും ആയുധങ്ങളൊക്കെ ആദ്യം കൊടുത്തതാണ്, അവിടെ ഉണ്ട്. പക്ഷേ അവ ശക്തിയോടുകൂടി ജ്വലിക്കാൻ തുടങ്ങി. ശ്രീരാമനത് ഹൃദിസ്ഥമായി എന്നർത്ഥം. അതാണ് പറയണതിന്റെ അർത്ഥം. പക്ഷെ ആലങ്കാരികമായിട്ട് പറയുമ്പോൾ ആ ശക്തിയോട് കൂടിയിട്ട് എല്ലാ ആയുധങ്ങളും ശ്രീരാമന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വാൽമീകി മഹർഷി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ശ്ലോകങ്ങൾ. അടുത്ത ശ്ലോകം നോക്കാം, 25-ാമത്തേത്. ഊജുശ്ചമുദിതാരാമം സർവേ പ്രാഞ്ജലയസ്തദാ ഇമേ ച പരമോദാര കിങ്കരാസ്തവ രാഘവ. ആ അസ്ത്രങ്ങള് അല്ലെങ്കിൽ ആയുധങ്ങള് ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് പറയാണത്രേ. ഊജുശ്ചമുദിത, അവരെല്ലാവരും സന്തുഷ്ടരായി. അതായത് അസ്ത്രങ്ങളുടെ സന്തോഷം അല്ലെങ്കിൽ ആയുധങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞാല് അവയെ പ്രയോഗിക്കുക എന്നുള്ളതാണല്ലോ. ഒന്നുമല്ലാതെ തുരുമ്പ് പിടിച്ചിരിക്കുമ്പോ അതിന് ഒന്നും അത് ഉപയോഗശൂന്യാണ്. അത് ഉണ്ടായത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ഇപ്പൊ അങ്ങനെയല്ല, ശ്രീരാമന്റെ കൈകളിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് അവയ്ക്ക് സാർത്ഥകത കൈവന്നിരിക്കുകയാണ്, സാർത്ഥകമായിരിക്കുകയാണ്. അവയെ എന്തായാലും ശ്രീരാമൻ പ്രയോഗിക്കും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് അത്യന്തം സന്തുഷ്ടരായിട്ടുള്ള ആ ആയുധശ്രേണികൾ എന്തു ചെയ്തു? പ്രാഞ്ജലയ, കൈകൂപ്പിക്കൊണ്ട് ശ്രീരാമന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവര് ഇമേച പരമോദാര, അവര് പറയാണ്, അല്ലയോ പരമോദാരനായിട്ടുള്ള ശ്രീരാമചന്ദ്ര, ഇമേ, ഈയുള്ളവർ. ആ വിനയത്തോടു കൂടി പറയണ വാക്കുകള് വാൽമീകി മഹർഷി എത്ര ശ്രദ്ധയോടുകൂടിയാ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. തവ ഹേ രാഘവ തവ കിങ്കരാഹ വയം, ഞങ്ങൾ അങ്ങയുടെ കിങ്കരന്മാരാണ്. കിങ്കരന്മാരെന്ന് പറഞ്ഞാല് പറഞ്ഞത് കേൾക്കാനുള്ളവര്. അങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ അങ്ങോട്ട് പോവുക, അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് വരിക, ഓട് ചാട് എന്നൊക്കെ പറയുമ്പോൾ ചെയ്യാനുള്ളവരെയാണ് കിങ്കരന്മാരെന്ന് പറയാം. കിം, എന്ത് വേണമെങ്കിലും കുറുവന്തി, കിം കരോതി, എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് എപ്പോഴും സ്വായത്തമായിട്ട് അവരവരുടെ കൂടെ നിൽക്കുന്നവരെയാണ് കിങ്കരന്മാരെന്ന് പറയാ. ഈ അസ്ത്രങ്ങള് ശ്രീരാമന് ഉറപ്പ് കൊടുക്കുകയാണ്, ഞങ്ങൾ ഇന്നു മുതൽ അങ്ങയുടെ കിങ്കരന്മാരാണ്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ചെയ്തു തരാമെന്നർത്ഥം. വെറുതെ പറയല്ല, കൈകൂപ്പിക്കൊണ്ടാണ്. അപ്പൊ മനുഷ്യരൂപം ധരിച്ചിട്ടുള്ള ആയുധങ്ങൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവര് അഞ്ജലിയോട് കൂടിയിട്ട് കൈകൂപ്പിക്കൊണ്ട് ശ്രീരാമനോട് ഞങ്ങൾ കിങ്കരന്മാരാണ് എന്ന് അറിയിച്ചു. എന്നിട്ട് അടുത്ത ശ്ലോകം നോക്കാം. യദ്യദിച്ഛസി ഭദ്രം തേ തത്സർവം കരവാമവൈ തതോ രാമ പ്രസന്നാത്മാ തൈരിത്യുക്തോ മഹാബലൈ പ്രതിഗൃഹ്യ ച കാകുസ്ഥ സമാലഭ്യ ച പാണിനാ മാനസാ മേ ഭവിഷ്യധ്വം ഇതി താന്യഭ്യചോദയത്. അത് അടുത്ത ശ്ലോകം കൂടി കൂട്ടി പറഞ്ഞാലേ അർത്ഥം കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. യദ്യദിച്ഛസി ഭദ്രം തേ തത് സർവം കരവാമവൈ. അത് അസ്ത്രങ്ങള് ശ്രീരാമനോട് പറയാണ്, യത് ഇച്ഛസി, അങ്ങ് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, ഞങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കണം എന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്കറിയാം അത് ഭദ്രമായിട്ടുള്ളതേ വരുള്ളൂ. അതായത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ പ്രയോഗിക്കണം, അതാണ് ഞങ്ങളുടെ മോഹം. അത് ഞങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങയ്ക്ക് ചെയ്തു തരും. തത് സർവം കരവാമ എന്നുള്ളത് അസ്ത്രങ്ങൾ പറയണതാണ്. അസ്ത്രങ്ങൾ മാത്രമല്ല, ആയുധങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വാളായാലും അതുപോലെ ഉറുമി പോലെയുള്ളതായാലും എല്ലാം, ഗദകളായാലും എല്ലാവരും ചേർന്ന് ശ്രീരാമനോട് പറയാണ്, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങളെ ഉപയോഗിക്കൂ, ഞങ്ങളെല്ലാം അങ്ങയ്ക്ക് ചെയ്തു തരും.
അങ്ങനെ അത് കേട്ടപ്പോൾ ഏറ്റവും അധികം സന്തുഷ്ടനായിട്ടുള്ള ശ്രീരാമൻ എന്താ പറഞ്ഞത്? തതോ രാമപ്രസന്നാത്മാ തൈരിത്യുക്തോ മഹാബലൈഹി മഹാബലൈഹി തൈഹി ഇതി ഉക്ത രാമ പ്രസന്നാത്മാ. ആ മഹാബലന്മാരായിട്ടുള്ള ആയുധങ്ങളാൽ ഇപ്രകാരം പറയപ്പെട്ട രാമൻ വളരെയധികം സന്തുഷ്ടനായി. ശ്രീരാമന്റെ ബലം പിന്നീട് രാവണാദികളോടൊക്കെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ശ്രീരാമൻ എവിടെയായിരുന്നു ബലം? ഇതൊക്കെ തന്നെയായിരുന്നു ബലം. ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങൾ തന്റെ കയ്യിലുണ്ട് അതൊക്കെ പ്രയോഗിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ്, അത് ആയുധങ്ങളും ഉറപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഒരു ശക്തി കൊണ്ട് തന്നെയാണ് രാവണനെ എന്നല്ല, അതിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ രാക്ഷസന്മാരെയും അതുപോലെ ദുഷ്ടശക്തികളെയും ഒക്കെ അമർച്ച ചെയ്യാൻ ശ്രീരാമന് ബലം കൊടുത്തത് ഇവര് തന്നെയാണ്. എന്നിട്ട് ശ്രീരാമൻ എന്തു ചെയ്തു? പ്രതിഗൃഹ്യച്ച കാകുത്സ്ഥ. ആ ശ്രീരാമൻ കാകുത്സ്ഥൻ അവയെയൊക്കെ, അതായത് ഇവരുടെ അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിച്ചിട്ട്, അതെല്ലാം ആ സന്തോഷത്തോടു കൂടി അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് പാണിനാ സമാലഭ്യ, രണ്ട് കൈകളും ഇവരുടെ നേർക്ക് കൂപ്പിയിട്ട് വന്ദിച്ചിട്ട് അവരോട് പറയാണ്, മാനസാമേ ഭവിഷ്യധ്വം. എവിടെ ഉണ്ടാവണം? നിങ്ങൾ എല്ലാവരും എൻ്റെ മനസ്സിലുണ്ടാവണം. അതായത് മന്ത്രങ്ങള് ആണല്ലോ ഉപദേശിച്ചു കൊടുത്തത്, മന്ത്രം മറന്നു പോവരുത്. എപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിത്യസന്നിഹിതരായിട്ട് ഉണ്ടാവണം. അതാണ് പ്രാർത്ഥിക്കണത്. മാനസാമേ ഭവിഷ്യധ്വം, മനസ്സിൽ എപ്പോഴും അങ്ങ് നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം. അസ്ത്രങ്ങളോട് പറയാണ്, നിങ്ങൾ മാനസന്മാരായിട്ട്, അതാണ് മാനസാഹ മേ ഭവിഷ്യധ്വം, നിങ്ങൾ എൻ്റെ മനസ്സിലുള്ള ഒരു അവസ്ഥയിൽ, അതായത് മന്ത്രരൂപികളായിട്ട് മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം എന്ന് അവരോട് പ്രത്യേകം പറഞ്ഞ് അവരെ പ്രചോദിപ്പിച്ചു, അവരെ മനസ്സിലേക്ക് ആവാഹിച്ചു എന്നർത്ഥം. ഇനി അവസാനത്തെ ഈ സർഗത്തിലെ അവസാനത്തെ ശ്ലോകാണ്. തതഃ പ്രീതമനാ രാമോ വിശ്വാമിത്രം മഹാമുനിം അഭിവാദ്യ മഹാതേജ ഗമനായോപചക്രമേ. ഇങ്ങനെ അസ്ത്രങ്ങളൊക്കെ കിട്ടി സന്തുഷ്ടനായിട്ടുള്ള ശ്രീരാമൻ വിശ്വാമിത്ര മഹാമുനിയോട് കൂടിയിട്ട്, മഹാമുനിയെ വന്ദിച്ചിട്ട് ഈ അസ്ത്രങ്ങളൊക്കെ തന്നതിലുള്ള സന്തോഷം, ആനന്ദം അല്ലെങ്കിൽ ആ കൃതാർത്ഥത ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഗമനായ ഉപചക്രമേ, യാത്രയ്ക്കായിട്ട് പുറപ്പെട്ടു. അപ്പോ തലേന്ന് രാത്രി താടകാവനത്തിലാണല്ലോ കൂടിയത്. അവിടെ രാത്രി കഴിച്ചു കൂട്ടിയിട്ട് വെളിച്ചാകുമ്പോഴാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തത്. അതിനുശേഷം സന്തോഷത്തോടു കൂടിയിട്ട് ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മുനിയോട് കൂടിയിട്ട് സിദ്ധാശ്രമത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തു. മഹാതേജാഹ എന്നുള്ളതൊക്കെ ശ്രീരാമന്റെ പര്യായമാണ്. മഹാതേജസ്വിയായിട്ടുള്ള ശ്രീരാമൻ വിശ്വാമിത്രനോടൊപ്പം ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു എന്നർത്ഥം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സ്ഥിതസ്തു പ്രാങ്മുഖോ ഭൂത്വാ ശുചിർമുനിവരസ്തദാ ദദൗ രാമായ സുപ്രീതോ മന്ത്രഗ്രാമമനുത്തമം സർവസംഗ്രഹണം യേഷാം ദേവതൈരപി ദുർലഭം താന്യസ്ത്രാണി തദാ വിപ്രോ രാഘവായന്യവേദയത് ജപതസ്തു മുനേസ്തസ്യ വിശ്വാമിത്രസ്യ ധീമതഃ ഉപതസ്ഥുർമഹർഷാണി സർവാണ്യസ്ത്രാണി രാഘവം ഊജുശ്ച മുദിതാ രാമം സർവേ പ്രാഞ്ജലയസ്തദാ ഇമേ ച പരമോദാര കിങ്കരാസ്തവ രാഘവ യദ്യദിച്ഛസി ഭദ്രം തേ തത്സർവം കരവാമ വൈ തതോ രാമപ്രസന്നാത്മാ തൈരിത്യുക്തോ മഹാബലൈഃ പ്രതിഗൃഹ്യ ച കാകുത്സ്ഥ സമാലഭ്യ ച പാണിനാ മാനസാമേ ഭവിഷ്യധ്വമിതി താന്യഭ്യചോദയത് തതഃ പ്രീതമനാ രാമോ വിശ്വാമിത്രം മഹാമുനിം അഭിവാദ്യ മഹാതേജ ഗമനായോപചക്രമേ. അങ്ങനെ ഒരു സർഗം ഇവിടെ തീരാണ്, 27ാമത്തെ സർഗം. അതിൽ പ്രധാനമായിട്ട് ആയുധങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വിവരണമാണ് ഉണ്ടായത്. അതൊക്കെ ശ്രീരാമചന്ദ്രൻ മന്ത്രരൂപത്തിൽ സ്വാംശീകരിച്ചു സന്തോഷത്തോടു കൂടിയിട്ട് വിശ്വാമിത്രന്റെ കൂടെ യാത്രയായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സർഗം അവസാനിക്കുകയാണ്. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.